ആഴ്ചപ്പാട്, അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് നാം ചർച്ചയ്ക്കെടുക്കുന്നത്. കഴിഞ്ഞ 2-ാം തീയതി നമ്മൾ നേടിയ പെൺകരുത്തിൻ്റെ വിജയം, ലോകകപ്പ് നേടിക്കൊണ്ട് ഇന്ത്യയുടെ വനിതാ ടീം നമ്മുടെ അഭിമാനബോധത്തെ, പ്രത്യേകിച്ച് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ അവരുടെ ഭാവശുദ്ധിയെ മാത്രമല്ല, അവരുടെ ആത്മബലത്തെ ഉണർത്തിയിരിക്കുകയാണ്. ലോകകപ്പാണ് ക്രിക്കറ്റിൽ നേടിയിരിക്കുന്നത്. എന്താണ് ഈ ലോകകപ്പിൻ്റെ പിന്നിൽ? ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ തമ്പി ജോർജ് സാറാണ്. അദ്ദേഹം ഇരുമ്പുപാലം എഡിസൺ പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളാണ്. കൂടാതെ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ്. സ്വാഗതം സാർ. സാർ, ഇന്നിപ്പോൾ നമ്മൾ വളരെ വ്യതിരിക്തമായ ഒരു വിഷയമാണ് കാഴ്ചപ്പാട് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. സ്പോർട്സുമായി ബന്ധപ്പെട്ടുമാണ്. അപ്പോൾ കഴിഞ്ഞ 2-ാം തീയതി ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന, ഇന്ത്യയുടെ പെൺകരുത്ത് തെളിയിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു. വനിതാ ക്രിക്കറ്റിൽ ലോകകപ്പ് വിജയം നേടി ഇന്ത്യയിലെ കരുത്തരായ പെൺകുട്ടികൾ. അത് ഇന്ത്യയുടെ ആത്മധൈര്യത്തെ, ഒപ്പം തന്നെ നമ്മുടെ ആത്മബലത്തെ, പ്രത്യേകിച്ച് സ്ത്രീകൾ അബലകളാണ്, ചപലകളാണ് എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തിലൊക്കെ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു. പക്ഷേ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നൊക്കെ പറയുന്ന മനുസ്മൃതിയുടെ വാക്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഉരുവിടുന്ന ഒരു കാലത്ത് നമ്മുടെ സ്ത്രീകൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് DY സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കപ്പടിച്ചിരിക്കുകയാണ്. സാറിന് എന്ത് തോന്നുന്നു? നമ്മളെപ്പറ്റി, ഇന്ത്യൻ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്ത്യൻ ടീം അത് എല്ലാ വിധത്തിലും അത് അറിയിക്കുന്നതാണ്. അവരുടെ ശക്തമായ ഒരു മനോബലം അതിനകത്തുണ്ട്. കാരണം ഓരോ ടീം അംഗങ്ങളും പരസ്പരം ഓരോരുത്തർക്കും പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ ടീമുകളൊക്കെ ആയിട്ട് മത്സരിച്ചപ്പോഴും പ്രധാനപ്പെട്ട 3 ടീമുകളുടെ അടുത്ത് അവർ പരാജയപ്പെട്ടു. അത് ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക. ഈ ടീമുകളുടെ ഇടയിലെല്ലാം പരാജയപ്പെട്ടിട്ടും ആത്മധൈര്യം കൈവിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യൻ വിമൻസ് ടീമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. താരതമ്യേന നമ്മുടെ ഇന്ത്യൻ സ്ത്രീകളെ, കളിക്കാരെ മാത്രമല്ല, പൊതുവെ അവരെ അപേക്ഷിച്ച് ആത്മബലവും ആത്മധൈര്യവും ആത്മവിശ്വാസവും കൂടുതലുള്ളവരാണ് പൊതുവെ ഓസ്ട്രേലിയക്കാർ എന്ന് പറയാറ്. ലോകത്ത് തന്നെ ഏറ്റവും ആത്മവിശ്വാസമുള്ളൊരു ജനതയായിട്ട് അവർ പറയാറുണ്ട്. ഒപ്പം തന്നെ വെസ്റ്റ് ഇൻഡീസ് മോശമല്ല, ദക്ഷിണാഫ്രിക്ക മോശമല്ല. അവരോടൊക്കെയാണ് കിടപിടിച്ച് ഒന്ന് തോറ്റെങ്കിൽ പോലും പിന്നീട് ജയിച്ചു കയറി ലോക കിരീടം അണിഞ്ഞത്. ഇന്ത്യയിലെ വനിതകൾക്ക് ഈ ആത്മവിശ്വാസം എവിടെ നിന്ന് കിട്ടിക്കാണും? അത് കാലങ്ങളായിട്ടുള്ള അവരുടെ ഒരു പ്രവർത്തന ശൈലി തന്നെയാണ്. കാരണം നല്ലൊരു കോച്ചാണ് അവർക്ക് ഈ സമയത്ത് നമുക്ക് ലഭിച്ചത്. പ്രധാനമായിട്ടും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മാത്രം ഒതുങ്ങി നിന്ന നമ്മുടെ മജുംദാർ. ഈ മജുംദാർ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലായിരുന്നെങ്കിലും ഒരിക്കലും അദ്ദേഹത്തെ ഒരു നമ്മളുടെ ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു വലിയ സങ്കടമുള്ള കാര്യം. അപ്പോൾ ഈ രാജ്യാന്തര ക്രിക്കറ്റിലൊക്കെ കളിക്കാത്ത ഒരാൾ ഒരു ദേശീയ ടീമിൻ്റെ, പ്രത്യേകിച്ച് ഒരു വനിതാ ടീമിൻ്റെ പരിശീലകനായി വന്നു എന്നൊക്കെ വലിയ ആക്ഷേപമായിരുന്നല്ലോ 2023 വലിയ ആക്ഷേപം ആയിരുന്നു. പക്ഷെ നിശബ്ദനായിട്ട് അദ്ദേഹം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അതിനകത്ത് കണ്ടത്. അത് 2018 അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ട് ബാറ്റിംഗ് കോച്ചിങ് അല്ലെങ്കിൽ ആ ഒരു പരിശീലകനായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടല്ലേ. ഭൂരിഭാഗം സമയം മുംബൈക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പിന്നീട് അവിടെയും ഒരു സ്ഥാനചലനം വരുവാണ്, കോച്ചിങ്ങിലേക്ക് മാറുകയാണ്. ഈ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒക്കെ കാലത്ത് കളിച്ചു വളർന്ന ആളാണോ അദ്ദേഹം? അദ്ദേഹം 3-ാം സ്ഥാനത്തായിരുന്നു. ഇന്ത്യയിൽ തന്നെ കളിക്കാർക്കിടയിൽ 3-ാം സ്ഥാനത്താണ്. അതായത് അന്ന് ഈ സച്ചിൻ ടെണ്ടുൽക്കറും കാംബ്ലിയൊക്കെ കളിക്കുന്ന കാലത്ത്, അവരാ റെക്കോർഡിട്ട കാലത്ത് 3-ാമനായിട്ട് ഈ പറയുന്ന മജുംദാർ കയറി വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ചാൻസ് കിട്ടിയില്ല. കാരണം ഈ ആദ്യം തന്നെ അത് ഡിക്ലെയർ ചെയ്തു പോയി. അങ്ങനെയാണ് ചില ആളുകൾക്ക് ഇല്ലേ ശോഭിക്കാൻ കഴിയാതെ, വിധി ഭാഗ്യമില്ലാതെ എന്നൊക്കെ. പക്ഷേ കാത്തിരുന്നാൽ
കാലം കനിയും എന്നതിൻ്റെ ഒരു സൂചനയും കൂടിയല്ലേ ഇത്? എല്ലാവർക്കും അതിനുള്ള ചാൻസ് ഉണ്ട് സാർ. അതിന് ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ മജുംദാറിനും ഒരു സമയമുണ്ട്, ആ സമയം ഇവിടെ തെളിഞ്ഞു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ശക്തമായ നേരിടലാണ് അദ്ദേഹം നടത്തിയത്. അത് നമ്മുടെ ഈ ഹർമൻ പ്രീത് കൗറിന് മുമ്പ് മിതാലി രാജ് ആയിരുന്നല്ലോ അതെ, മിതാലി രാജ് ഏതാണ്ട് ക്യാപ്റ്റൻ. 2022 മുതൽ 2004 മുതൽ 22 വരെ നീണ്ട കാലഘട്ടം. ആ കാലഘട്ടത്തിലൊന്നും നമുക്കൊരു കപ്പടിക്കാൻ കഴിയാതെ പോയത് ഈ ക്യാപ്റ്റൻസിയുടെ പ്രശ്നമാണോ അതേ അന്നത്തെ കളിക്കാരുടെ പ്രശ്നം? ഇപ്പോൾ നമുക്ക് ഈ പ്രീമിയർ ലീഗ് വന്നല്ലോ. പ്രീമിയർ ലീഗ് വന്നപ്പോൾ എല്ലാ മേഖലയിലും ടീം അംഗങ്ങളെ സെലക്ട് ചെയ്ത് തുടങ്ങി. കേരളത്തിൽ നിന്നും നമുക്ക് ആളുണ്ടല്ലോ, മിനുമണിയൊക്കെ അടക്കമുള്ള ആശ, മറ്റേ ശോഭന എന്നൊക്കെ പറയുന്ന നല്ല ക്രിക്കറ്റേഴ്സ് ഉണ്ട് നമുക്ക്. പക്ഷെ അവരൊന്നും ഇപ്പോൾ ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടില്ല. ഒരു വട്ടം മറ്റോ അവർ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആയില്ല. ഇതിപ്പോൾ അതിലും നല്ല പ്ലെയേഴ്സ് നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം പ്രായമൊന്നും ആയിട്ടില്ല അവർക്ക്, ഇനിയും വളരാവുന്ന സമയമാണ്. ഈ ഹെർമൻ പ്രീത് കൗർ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ, അവരുടെ ഒരു പ്രകടനത്തെ സംബന്ധിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? സുശക്തമായ ഒരു പ്രകടനമാണ്. കാരണം ഇവർക്ക് പറയുകയാണെങ്കിൽ 2022 ശേഷം അവർ ഏഷ്യ കപ്പ് വിന്നറായിരുന്നു. അവരുടെ ക്യാപ്റ്റൻസിയിൽ ഏഷ്യ കപ്പ് നേടിയിട്ടുണ്ട്. അത് ആ ഒരു കാലഘട്ടമൊക്കെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർ അങ്ങനെ പതറാതെ ആ ടീമിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കൂടുതൽ നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഈ കഴിഞ്ഞ 2-ാം തീയതി രാത്രി നമ്മൾ കപ്പ് നേടിയ നിമിഷം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വല്ലാത്ത രോമാഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ത്രസിപ്പിക്കുന്ന നിമിഷമായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് അത് ത്രസിപ്പിക്കുന്ന നിമിഷമായിരുന്നു. ഒരു പുരുഷന്മാർ നേടുന്ന അതേ ഗൗരവത്തോടെ തന്നെ മാധ്യമങ്ങൾ അതിനെ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെ ജനങ്ങൾ അതിനെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ്. സാറ് കളി കണ്ടിരുന്നോ? ഞാൻ കളി കണ്ടിരുന്നു. വളരെ ടെൻഷൻ ഉണ്ടാക്കിയ ഒരു കളിയായിരുന്നു. അപ്പോൾ കാരണം എതിരാളി എന്നുള്ളത് സൗത്ത് ആഫ്രിക്കയാണ്. അവർ പ്രാഥമിക റൗണ്ടിൽ ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. പിന്നെ താരതമ്യേന അത്ര വലിയ സ്കോറൊന്നുമല്ല, 298 എന്ന് പറയുന്നൊരു വലിയ സ്കോറായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അതിന് തൊട്ടു മുമ്പ് ഓസ്ട്രേലിയ ആയിട്ട് അതിലും വലിയ സ്കോറിനാണ് നമ്മൾ പിന്തുടർന്ന് 331 അല്ലേ? 38. അപ്പൊ ആ 338 നമ്മൾ 341 എടുത്തപ്പോൾ തന്നെ അവിടെ ഒരു ആത്മധൈര്യം കാണുന്നുണ്ട്. അതൊരു വല്ലാത്ത ചേസിങ് ആയിരുന്നു. അത് ആരെയാണ് ചേസ് ചെയ്ത് തോൽപ്പിച്ചത്? ഓസ്ട്രേലിയ പെൺകുട്ടികൾ ഏതാണ്ട് അവരുടെ ആൺ രത്നങ്ങളെ പോലെ തന്നെയാണ്. അവരുടെ ഓട്ടവും അവരുടെ പ്രതിരോധവും എല്ലാം സ്ട്രോങ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവര് മെയിൽ ഹാൻഡ് പോലെ തന്നെയാണ്. അവരുടെ പവർ പ്ലേ അതുപോലെ തന്നെ. അവർക്ക് അവരുടെ മുന്നിൽ ഈ ശക്തിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കരുത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പെൺകുട്ടികൾ വളരെ പിന്നിലാന്ന് തോന്നില്ലേ? ഇല്ല, നമ്മുടെ പ്രധാനമായിട്ടും പറയാം കായിക ബല, ഞാൻ ഉദ്ദേശിച്ചത് കായിക ബലത്തിൽ പിന്നിലാണ്. പക്ഷെ ദീപ്തി ശർമ്മ പോലുള്ള ഒരു പവർ പ്ലേ അത് സ്ട്രോങ് ആണ്. ദീപ്തി ശർമ്മയുടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടാണ് ദീപ്തി ശർമ്മയുടെ പ്രകടനം ഒരു ഓവറോൾ രംഗത്ത് മികച്ചതാണ് അല്ലേ? ഈ തവണ ജയിക്കാൻ ദീപ്തി ശർമ്മ സഹായമായോ? ദീപ്തി ശർമ്മയ്ക്കുള്ള ഒരു ചെറിയ പോരായ്മ എന്ന് പറയുന്നത് അവർ ഈ വിക്കറ്റിനിടയിലുള്ള ഓട്ടത്തിൽ ഒരല്പം സ്ലോയാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും റൺഔട്ട് ആവുന്ന ഒരു ചാൻസ് ഉണ്ട്. അത് നമ്മൾ കണ്ടു. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക പരിശീലനം ഉണ്ടാവില്ലേ ഇവർക്ക്? ഉണ്ടാവണം. പക്ഷെ അവരുടെ എന്തോ ശരീരപ്രകൃതി എനിക്ക് തോന്നുന്നു ജാത്യാലുള്ള ദൗർബല്യമായി അതിങ്ങനെ ഓരോരുത്തർക്കും കൂടൂല്ലേ? കൂടും. ഈ അവസാനം ഈ പ്രീത് കൗർ ഈ പന്ത് ഷിഫാലി ഏൽപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതാണ് വിജയം കണ്ടത്. ഇതിനകത്ത് സംഭവിച്ചൊരു ഷഫാലി വരുന്നത് ഈ പ്രതിക റാവൽ എന്ന് പറയുന്ന ഒരു കളിക്കാരിയാണ്. ഓപ്പണർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കാലിനൊരു പരിക്ക് പറ്റിയിട്ടാണ് അവരെ മാറുന്നത്. അപ്പൊ ഞാൻ ഈ കളി കണ്ടു തുടങ്ങിയപ്പോഴും ഈ ഷഫാലിയെ ഒഴിവാക്കിയത് എന്താന്ന് ഞാൻ ആദ്യം പോലെ ചിന്തിച്ചിരുന്നു. കാരണം വലിയ പ്രായമൊന്നുമില്ല, വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെടുന്ന ഒരു കളിക്കാരിയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവരെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പവർ പ്ലേക്ക് പറ്റിയ കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലെയറായിട്ട് അവിടെ വന്നു. അപ്പോൾ ഷഫാലി ഈ ഫൈനൽ കളിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെയുള്ളൊരു നിലപാടെടുത്ത് 2 വിക്കറ്റും നേടി. അതാണ് ആ കളിയെ തിരിച്ചുവിട്ടതെന്നാണ് പറയുന്നത്. ടേണിംഗ് പോയിന്റ് അതാണ്. അവിടെ ക്യാപ്റ്റന്റെ തീരുമാനം വളരെ കറക്റ്റ് ആയിരുന്നു പറയുന്നു. അതെ. അത് ഈ പത്രക്കാരൊക്കെ എഴുതുന്നത് പണ്ട് 83 കപിൽ ദേവ് ഇന്ത്യ കപ്പടിക്കുമ്പോൾ
അന്ന് കപ്പടിക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ മദൻലാലിനെ പന്തേൽപ്പിക്കാനുള്ള ഒരു ഉൾവിളി വന്നു എന്നാ പറയുന്നത്. അത് കറക്റ്റാ അല്ലേ? ആ ഉൾവിളിയുടെ ഭാഗമായിട്ടാണ് മദൻലാൽ എറിഞ്ഞ പന്ത് അന്നത്തെ വെസ്റ്റ് ഇൻഡീസ് കളിക്കാരൻ റിച്ചാർഡ്സ് അടിച്ചു പോക്കുകയും കപിൽദേവ് തന്നെ ബാക്കിലേക്ക് ഓടി ഏതാണ്ട് 30 മീറ്ററിലധികം ബാക്കിലേക്ക് ഓടി പിടിച്ചു എന്നൊക്കെ ഞാൻ ആ കളി കണ്ടതായിട്ട് ഓർമ്മയിലില്ല, പക്ഷെ പിന്നീട് വായിച്ചറിയാം. അതെ അല്ലേ? അന്ന് എനിക്ക് കളിയോട് അത്ര ഭ്രമമില്ലായിരുന്നു, പക്ഷെ ഈ കളിയൊക്കെ കണ്ടതാണ്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. ഏതാണ്ട് അത്തരം ഒരു ഉൾവിളി നമ്മുടെ കൗറിന് തോന്നി എന്ന് തോന്നുന്നു ഈ ഷഫാലിയുടെ കാര്യത്തിൽ. കൗറിന് ഉണ്ട്, തോന്നി അല്ലേ? തോന്നി. കാരണം ആ സമയത്ത് ബാക്കിയുള്ളവരെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഷഫാലി ഒന്ന് മാറ്റി പരീക്ഷിക്കുന്നതിൽ അവർ ശ്രമിച്ചു, അത് വിജയിച്ചു. ഈ കളി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ എതിരാളികൾ ഓസ്ട്രേലിയയെ പോലെ കരുത്തുള്ളവരല്ല എന്ന ഒരു വിശ്വാസം നമ്മുടെ ടീമിനുണ്ട്. കാരണം അതിന് മുമ്പെല്ലാം തന്നെ നമ്മളെ പരാജയപ്പെടുത്തുക ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അപ്പം പക്ഷേ ഈ കളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ സെമി ഫൈനലിൽ ഇന്ത്യക്ക് വളരെ പ്രചോദനം ചെയ്തു. സെമി ഫൈനലിൽ ആ ചേസിങ് അത് കഴിഞ്ഞപ്പോൾ അവർ ആരെയും നേരിടാനുള്ള ഒരു ധൈര്യത്തിലാണ് നിന്നത്. പിന്നെ അന്ന് വിക്കറ്റ് സ്ലോ ആയിരുന്നു. 298 എന്ന് പറയുന്നത് അത് വെച്ച് കണക്കൂട്ടുമ്പോൾ നല്ല ഒരു റണ്ണാണ്. നല്ല റണ്ണ് തന്നെയാണ്, മോശമൊന്നുമല്ല. ഈ ഓസ്ട്രേലിയ ആയിട്ട് ഇപ്പോൾ ഒരു കളി നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ പുരുഷ ടീമിന്റെ കളി ഇല്ലേ? അത് ഏതാണ്ട് 4 കളിയും കഴിഞ്ഞിരിക്കുകയാണ്. 4 കളിയും. അതായത് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ശനിയാഴ്ച ഈ കളി വീണ്ടും ഉണ്ടാവും. അപ്പോൾ അതിന്റെ അവസാനത്തെ കളി. അപ്പോൾ 2 കളി ഇന്ത്യ വിജയിച്ച് നിൽക്കണം. ഓസ്ട്രേലിയ പോലുള്ള ടീമിനോട് ജയിക്കാനുള്ള കരുത്ത് ഇപ്പോൾ ഇന്ത്യക്കുണ്ട് അല്ലേ? പുരുഷ ടീമിന്. ഇന്ത്യൻ യുവജന ടീമാണത്, യുവശക്തിയാ. അപ്പൊ അത് സ്ട്രോങ്. അത് 2020 ആണ്. 2020 യുവശക്തി അങ്ങനെ തന്നെയാണ്. അത് നല്ല സ്ട്രോങ് തന്നെയാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ക്യാപ്റ്റന് ചെറിയൊരു ഫോം ഔട്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. അതിപ്പോ സൂര്യകുമാറാണ് ക്യാപ്റ്റൻ എങ്കിൽ പോലും അതിനകത്ത് ഗില്ലും അഭിഷേകും ഒക്കെ നന്നായി കളിക്കുന്ന ടീം. അതെ അല്ലേ? നന്നായി കളിക്കുന്നുണ്ട്. നന്നായിട്ട് കളിക്കും. തീർച്ചയായിട്ടും നന്നായിട്ട് കളിക്കുന്നത്. അപ്പൊ നമ്മള് വനിതകളുടെ കാര്യത്തിലേക്കാണ് ഈ പറഞ്ഞത്. ഇതിനകത്ത് ഈ നമ്മുടെ ക്യാപ്റ്റനെ കൂടാതെ തന്നെ ഇപ്പൊ വളരെ ജമീമ എടുത്തു പറയേണ്ട ഒരു ജമീമ റോഡ്രിങ്സ് എന്നാണ് മുഴുവൻ പേര്. അതെ. അത് പ്രത്യേകിച്ച് ഓസ്ട്രേലിയ ആയിട്ടുള്ള കളിയില് 127 റൺസ് എടുത്തു എന്ന് പറയുന്നത് ഒരു നിർണായകം തന്നെയാണ്. പിന്നല്ലേ? അത് വളരെ വളരെ മികച്ചതാണ്. അത് അവരുടെ ഏത് തരത്തിലുള്ള ഫാസ്റ്റ് ബൗളിംഗ് ആണെങ്കിലും സ്പിൻ ആണെങ്കിലും രണ്ടിനെ ഒരുപോലെ നേരിടുന്നു എന്നുള്ളതാണ്. അവർ ബോഡി വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ അത്ര ഒരു സ്ട്രോങ് ഫിഗറായിട്ട് തോന്നുന്നില്ലെങ്കിലും ഹിറ്റ് സ്ട്രോങ് ആണ്. അതായത് പവർ പ്ലേ പ്രകടനം. ഞാൻ ഉദ്ദേശിച്ചത് ഓസ്ട്രേലിയയുടെ പോലുള്ള അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക പോലുള്ള ടീമിന്റെ ഏത് തരത്തിലുള്ള ബൗളിങ്ങിനെ ഇവർ നേരിടുന്നുണ്ട്. അതെ, അവരുടെ പ്രകടനശേഷി അതുപോലെ അടിച്ച 6, 4 അത് ആ ഒരു രീതി അത് നല്ലതാണ്. നല്ല ഒരു മൂവ്മെന്റ് ആയിട്ട് എനിക്കത് അനുഭവപ്പെട്ടെ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേരാണല്ലോ ഈ സ്മൃതി മന്ദാന. എന്താണ് ഈ സ്മൃതി മന്ദാനയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? സ്മൃതി അതിനുമാത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. സ്മൃതി 22 വയസ്സിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പൊ ഈ തവണ ആണേലും ഏതാണ്ട് 434 റൺസ് നേടി സെക്കൻഡ് ടോപ്പാണ് ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ. അപ്പൊ സ്മൃതിയെ സംബന്ധിച്ച് ടീമിലുണ്ടെന്ന് പറയുന്ന ഒരു ധൈര്യം. പണ്ട് മുമ്പ് നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കർ നിൽക്കുമ്പോൾ ടീമിനൊരു പ്രചോദനമായിരുന്നു എന്ന് പറയുന്ന പോലെ സ്മൃതി മന്ദാന ഒരു പ്രചോദനം. അതെ അല്ലേ? റിച്ച ഘോഷ് അത് ഈ വേൾഡ് കപ്പിൽ അവര് ശരിക്കും ഒന്ന് തെളിഞ്ഞത്. അവര് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിലുള്ള പ്രകടനശേഷി അവരുടെ. റിച്ച ഘോഷിന് ആരെയും പേടിയില്ലാത്ത അവസ്ഥയാണ്. ഏത് ബൗളിങ്ങിനെയും നേരിടും. അതെ, ഒരു അരുന്ധതി റെഡ്ഡി ഉണ്ട്, നമുക്ക് അരുന്ധതി റെഡ്ഡി ഉണ്ട്. പക്ഷെ അതിലൊക്കെ ഞാൻ കാണുന്നത് നമ്മുടെ ഈ ദീപ്തി ശർമ്മയുടെ സ്റ്റൈല്. തീർച്ചയായിട്ടും ദീപ്തി ശർമ്മ നമുക്ക് എന്തായാലും ഇന്ത്യക്ക് നല്ല പവർ പ്ലെയേഴ്സ് ആയിട്ട് ആദ്യത്തെ ഒരു 5 പേര് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന നല്ല ടീം അംഗങ്ങളാണ്. അവരുണ്ടെങ്കിൽ അവരെ പോലുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ഹർമൻപ്രീത് ഏതാണ്ട് 36 years ആയി അല്ലേ? ഏതാണ്ട് അത്രയും പ്രായത്തിലേക്ക് എത്തിയിരിക്കും. മിതാലി ശർമ്മ പഴയ ആള് 42 വയസ്സിലാണ്. അപ്പൊ അവരേതാണ്ട് ഒരു 39 വയസ്സ് വരെ ക്യാപ്റ്റനായിരുന്നു ഇന്ത്യയുടെ. അത് ശരി. അപ്പൊ വേണമെങ്കിൽ മുന്നോട്ട് പോകും. ഈ മിതാലിയും റീമ മൽഹോത്രയും ഒക്കെ കൂടി വന്നിട്ടാണ് സത്യത്തിൽ ഈ കപ്പ് ഏറ്റുവാങ്ങുന്നത്. അത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അതുകൊണ്ടുണ്ട്. എല്ലാ ടീം അംഗങ്ങളും വന്നിരുന്നു. പ്രതീക റാവൽ ഒരു കസേരയിലല്ലോ വന്നേ. അതെ, അത് വീൽ ചെയറിൽ അവർക്ക് പരിക്ക് പറ്റിയിരുന്നല്ലോ. അപ്പൊ ഈ വിജയം മെഡൽ നേടാനുള്ള ഒരു അവസരം അവർക്ക് ഇല്ലാതെ വന്നതുകൊണ്ട് ഈ നമ്മുടെ ക്യാപ്റ്റൻ കൗർ അവർക്ക് കൊണ്ടുവന്ന്
അത് വൈസ് ക്യാപ്റ്റൻ ഇവരാ കൊടുത്തത്. അല്ല നമ്മുടെ സ്മൃതിയാണ് അവരുടെ മെഡൽ ഇവർക്ക് കൊടുക്കും. ഇവരിത് തിരസ്കരിക്കുന്നുണ്ട്, വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് ഏറ്റുവാങ്ങുന്ന നിമിഷങ്ങൾ ഒരു വൈകാരിക രംഗമാണ്. അതല്ലേ അത് വളരെ വൈകാരിക. അതുപോലെ തന്നെയാണ് നമ്മുടെ ജൂലൻ ഗോസ്വാമി, നമ്മുടെ TV റിപ്പോർട്ടർ, പഴയൊരു പ്ലെയറാണ്. പഴയൊരു പ്ലെയറാണ്. പക്ഷെ അവരെ ചേർത്ത് നിർത്തിയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, അവരോട് പറഞ്ഞത്രേ, ഇവർ രണ്ടുപേരും കൂടി പോയി, ഈ സ്മൃതി മന്ദാനയും ഒപ്പം തന്നെ കവറും കൂടി പോയി പറഞ്ഞിരിക്കുന്നു, ദീദി നിങ്ങൾക്കായി ഞങ്ങളുടെ വിജയം സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഗോസ്വാമിയുടെ കണ്ണു നിറഞ്ഞു അല്ലേ? കണ്ണല്ല നമ്മുടെ ആ തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു. ഏതായാലും ഗ്രൗണ്ട് കീഴടക്കിക്കൊണ്ട് അവർ മാറി. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന 140 കോടി ജനങ്ങൾ ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് ഇത് കണ്ട ജനങ്ങൾ അനവധി, അക്കാര്യത്തിലും സംശയമില്ല. പക്ഷെ ഞാൻ സാറിനോട് ചോദിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ഒരു വനിതാ സാന്നിധ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം വനിതകൾ നേടിയ ഒരു ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഒരു വനിത തന്നെ ചർച്ചയ്ക്ക് ഇരിക്കട്ടെ എന്നായിരുന്നു. അത് കുറവാണ്. അതിനെക്കുറിച്ച് അറിയാവുന്ന ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച പലരും പിന്മാറാനുള്ള ഒരു ഇതാണ് കാണിച്ചത്. തന്നെയല്ല, അവർക്ക് വന്നിരുന്ന് ധൈര്യമായിട്ട് പറയാൻ കഴിഞ്ഞില്ല. പലരും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരുണ്ടാവാം, ക്രിക്കറ്റിനെ കുറിച്ച് ആധികാരികമായി പറയുന്ന സ്ത്രീകളുണ്ട്, ഇല്ല അവർ പിന്നെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയില്ല. ഏതായാലും ഞാൻ ചോദിക്കണം, എന്നാലും എൻ്റെ ഒരു സംശയം, പൊതുവെ ക്രിക്കറ്റിനോട് ഒരു വല്ലാത്ത മനോഭാവം, അതായത് മുഖം തിരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ നാട്ടിലെ ലേഡീസിനുണ്ടോ? ഉണ്ട്, പക്ഷേ മാറിക്കൊണ്ടിരിക്കുക. അത് വേറൊരു കാര്യമുണ്ട്. ഈ പ്രൊവിൻഷ്യൽ കപ്പ് 1983 ഇന്ത്യ നേടുമ്പോൾ അന്ന് ക്രിക്കറ്റിന് വലിയ പ്രചാരമൊന്നുമില്ല. പക്ഷെ തുടർന്ന് ക്രിക്കറ്റിന് പ്രചാരം ഉണ്ടാവുകയും ചെയ്തു. അപ്പം ഇത് എന്തായാലും ഈ വേൾഡ് കപ്പ് നേടിയത് ഇന്ത്യൻ വനിതകൾക്കൊരു പ്രചോദനമാണ്, മുന്നോട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും. അതായത് 83 ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ നടന്ന ആ ലോകകപ്പ്, കപിൽ ദേവ് നേടിയ ആ ലോകകപ്പ്, ഇന്ത്യയുടെ ചെകുത്താന്മാർ അല്ലേ, അതെ, ഡെവിൾസ് ഫ്രം ഇന്ത്യ. അപ്പൊ ഞാൻ പറയുന്നത്, അവർ നേടിയ, അങ്ങനെയാണ് അന്ന് വിശേഷിപ്പിച്ചത്, അവർ നേടിയ ആ ലോകകപ്പ് പിന്നീട് ഒരു വലിയ വികാരമായി മാറി, ഇന്ത്യയുടെ ഒരു വികാരമായി മാറുകയും ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നതിലൊക്കെ സ്പോർട്സ് വലിയ പങ്ക് വഹിക്കുകയും ക്രിക്കറ്റ് വലിയ പങ്ക് വഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ത്രീകളെ, ഇന്ത്യൻ സ്ത്രീകളെ ഉണർത്തുന്നതിൽ വലിയ പങ്ക് ക്രിക്കറ്റ് വഹിച്ചേക്കുമെന്ന് സാർ കരുതുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കും അത് പ്രത്യേകിച്ച് ഈ ഇപ്പം നമുക്ക് വിമൻസ് ക്രിക്കറ്റ് പ്രീമിയർ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പ്രധാനമായിട്ടും 5 പ്രധാനപ്പെട്ട മത്സരങ്ങൾ അല്ലെങ്കിൽ ടീമുകളാണ് നിലവിലുള്ളത്, ഡൽഹി അടക്കം മുംബൈ അടക്കം. അപ്പോൾ അതിൽ നിന്ന് മിക്കവാറും നല്ല പ്ലെയേഴ്സിനെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ കേരളം അടക്കമുള്ള എല്ലാ ടീം അംഗങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ നിന്നടക്കം നമ്മുടെ 29 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നല്ല പ്ലെയേഴ്സ് ഇതിനകത്തേക്ക് കടന്നുപോയി. ഈ സ്പോർട്സ് ആൻഡ് ഗെയിംസ് രംഗത്ത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു മുന്നേറ്റം നടക്കുമ്പോൾ സ്ത്രീയുടെ കരുത്ത് തെളിയിക്കാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മൾ PT ഉഷയൊക്കെ അതിന് വലിയ ഉദാഹരണങ്ങളാണല്ലോ. അപ്പം മാതൃകയുമാണ്. ആ രംഗത്ത് ഒട്ടേറെ ഇപ്പോൾ കഴിഞ്ഞ കായിക മത്സരങ്ങൾ സംസ്ഥാന തലത്തിൽ നടന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കാണും. അതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ടോട്ടലി മൊത്തത്തിൽ നമ്മുടെ സ്ത്രീ മുന്നേറ്റത്തിന് കാരണമാകുന്ന, ഹേതുവാകുന്ന ഒന്നായി ഈ വിജയം മാറാൻ കഴിയും. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് അത് ജനങ്ങളെ സ്വാധീനിച്ചു കഴിച്ചു. കാരണം പത്രമാധ്യമങ്ങൾ വഴി എല്ലാം തന്നെ കയറി വന്നു കഴിച്ചു. അപ്പോൾ ഈ അടുക്കളയിലെ കേവല ഉപകരണങ്ങളായി തേഞ്ഞു തീരുന്ന നമ്മുടെ സാധാരണ സ്ത്രീകളുണ്ടല്ലോ, സാറിനറിയാം, ഈ സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്നത് അത് ഈ ആണുങ്ങൾക്ക് കാണേണ്ട എന്തൊക്കെയോ ആണെന്നും, ഞങ്ങൾ ഇതൊന്നുമല്ല, ഞങ്ങൾ ഈ സീരിയലിൻ്റെ മാത്രം പിന്നാലെയാണെന്നും ഒക്കെ വിചാരിച്ച് ക്രിക്കറ്റ് നടക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് സീരിയലിലേക്ക് മാറുകയാണല്ലോ നമ്മുടെ നാട്ടിലൊരു പതിവ്. ഇതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയണേ, ആരെ ആക്ഷേപിക്കാനോ ഒന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. കാരണം സീരിയലും കാണേണ്ടത് തന്നെയാണ്, അല്ലായികൊന്നുമില്ല. പക്ഷേ ഈ വിജയിച്ച നമ്മുടെ സഹോദരിമാർ അല്ലേ, നമ്മുടെ മക്കളെ പോലെയുള്ളവർ, അവർ വിജയിച്ച് ഒരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെ വാനോളം ഉയർത്തുകയും നമ്മുടെ ദേശീയ പതാകയുടെ അഭിമാനം അല്ലേ ചക്രവാളങ്ങൾക്കപ്പുറത്തേക്ക് രാജ്യാന്തരമായി ഉയർത്തുകയും ചെയ്തതാണ്. അവരെക്കുറിച്ച് സത്യത്തിൽ ഒരു വല്ലാത്ത തുടിപ്പുണ്ടാവേണ്ടതല്ലേ? തുടിപ്പുണ്ടാവേണ്ടതാണ്. പക്ഷെ നമ്മുടെ പ്രാദേശികമായിട്ട് നമ്മുടെ ഈ മേഖലകളിലൊക്കെ തന്നെ ഗ്രൗണ്ടിൻ്റെ അപര്യാപ്തത വളരെ പ്രശ്നമാണ്. ഇതങ്ങനെ ചെറിയൊരു സ്ഥലത്ത് കളിക്കാവുന്ന ഒരു ഗെയിം അല്ലല്ലോ ക്രിക്കറ്റ്.
മാത്രമല്ല ഈ ആൾക്കാർക്ക് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിന് സ്കൂൾ തലത്തിൽ തന്നെ ഇത് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അല്ല, എല്ലാ ജില്ലയ്ക്കും ജില്ലാതല ജില്ലാതലം ക്രിക്കറ്റ് ഉണ്ട്. ടീമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്തായാലും സ്കൂൾ തലത്തിൽ വളർന്നാലാണല്ലോ ഒരു ടീമായിട്ട് വരുള്ളൂ. ഇപ്പൊ അപ്പൊ തന്നെ അങ്ങൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നല്ലോ, അങ്ങേക്കറിയാം. ഈ പഞ്ചായത്ത് തലത്തിൽ വളരെ ഏറ്റവും മോശമായി നടത്തുന്ന ഒരു പരിപാടിയാണല്ലോ പഞ്ചായത്ത് മേള. അതിനെക്കുറിച്ച് ഞാൻ ആക്ഷേപമായിട്ടൊന്നും പറയുന്നതല്ല, അത് വേണ്ടത്ര ഗൗരവത്തോടെ അല്ല നടക്കുന്നതെന്ന് തന്നെ ആക്ഷേപിച്ച് പറയാൻ കഴിയും. ഇത്തവണ അങ്ങനെയൊക്കെയാണ് നടന്നത്. പക്ഷേ അതിനകത്തെ കലാമത്സരങ്ങളെ അപേക്ഷിച്ച് കായിക മത്സരങ്ങൾക്ക് കുറച്ചും കൂടി പ്രാധാന്യമുണ്ട്. അവിടെ ക്രിക്കറ്റ് ടീം എത്താറുണ്ടല്ലോ. ക്രിക്കറ്റ് നടത്താറുണ്ട്, പക്ഷെ വനിതകൾക്ക് ആയിട്ട് അങ്ങനെ ഒരു ടീം അവിടെ വനിതകൾ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പം പൊതുവെ ഈ പെൺകുട്ടികളെ സ്കൂളുകളിൽ പോലും ക്രിക്കറ്റ് പരിശീലിപ്പിക്കുന്ന നമ്മൾ പിന്നിൽ പോകുന്നുണ്ട്, പിന്നിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിൽ ക്രിക്കറ്റിലേക്ക് കടന്നു വരാൻ കഴിയുന്ന, ലോകകപ്പ് നേടാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ഒരു സത്യത്തിൽ ഒരു വികസിത രാജ്യമൊന്നും അല്ലല്ലോ, ഒരു വികസ്വര രാജ്യമാണ്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഓസ്ട്രേലിയയെക്കുറിച്ചോ ഇംഗ്ലണ്ടിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പോലും നമുക്കാവില്ല. അവിടുത്തെ ഒരു ജീവിത ശൈലിയും രീതിയുമല്ല നമ്മുടേത്. എന്നിട്ടും നമുക്ക് ഇത്ര മിടുക്കികളായ പെൺകുട്ടികളെ വാർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സ്കൂൾ കുറച്ചും കൂടി ഇത്തരം പരിശീലന കേന്ദ്രങ്ങൾ ശക്തമാണെന്ന് സാറിന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ മികച്ച, ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ പ്ലെയേഴ്സ് എല്ലാം തന്നെ മികച്ച പരിശീലകങ്ങളായിട്ട് മാറും. അതിപ്പോൾ ഒരു 4-5 വർഷത്തിനകം ഈ പറയുന്ന നമ്മുടെ ക്യാപ്റ്റനും ഹർമൻപ്രീത് കൗറും ഒക്കെ മികച്ച പരിശീലകരുടെ റോളിലേക്ക് മാറും. അവരൊക്കെ വരുമ്പോൾ തന്നെ ഒത്തിരി മാറ്റം വരാനുള്ള സാധ്യത. തീർച്ചയായിട്ടും അവർ പരിശീലകരായി മാറി രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശീലനം തുടരും. അപ്പോഴൊക്കെ പുതിയ പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു അല്ലേ, തീർച്ചയായിട്ടും കടന്നു വരികയും വീണ്ടും ലോകകപ്പ് അടിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. നമ്മുടെ ലോകകപ്പ് നമ്മൾ വീണ്ടും നേടിയല്ലോ. നമുക്ക് മനുഷ്യ വിഭവശേഷി കൂടുതലാണല്ലോ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്. അതുകൊണ്ട് നമ്മുടെ സെലക്ഷൻ കുറെ കൂടി മികച്ചതാവാൻ സാധ്യതയില്ലേ. നമ്മുടെ യുവജനങ്ങൾ ഇവിടെ ഇല്ലല്ലോ, പകുതി എണ്ണവും കടന്നു പോയില്ലേ. അങ്ങനെ കളിക്കാരായിട്ടുള്ള മികച്ച ചെറുപ്പക്കാരെ കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും മനുഷ്യ വിഭവത്തിൽ ഇന്ത്യ അത്ര പിന്നിലല്ല എന്നുള്ളത് കൊണ്ട് അല്ലേ, നമ്മൾക്ക് പ്രതീക്ഷയുണ്ട് അല്ലേ. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. ഞാൻ സാറിനോട് ചോദിക്കുന്നത്, ഈ നമുക്കിപ്പോൾ ഈ കുടുംബശ്രീയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം 25 വർഷം കഴിഞ്ഞല്ലോ കുടുംബശ്രീ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ 25ാം വാർഷികം കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞു. ഏതാണ്ട് 50 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അത്രമാത്രം പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. അവർ വന്നതിന് ശേഷം, ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം സ്ത്രീകളെ സംബന്ധിച്ചുള്ള അവരുടെ നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അവരുടെ ജീവിത ശൈലിയിലും ജീവിത നിലവാരത്തിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നിലവാരത്തിലും ഒരുപോലെ മാറ്റം വരികയും ഒരു സ്ത്രീ മുന്നേറ്റം ശരിക്ക് കേരളത്തിൽ സംഭവിച്ചിട്ടുമുണ്ട് ഇല്ലേ. സാമ്പത്തികമായിട്ടുണ്ട്, സാംസ്കാരികമായിട്ടുണ്ട്, സാമൂഹികമായിട്ടുണ്ട്, രാഷ്ട്രീയമായിട്ടുണ്ട്. എല്ലാ രംഗങ്ങളിലും ഈ മുന്നേറ്റം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പം അങ്ങനെ തന്നെയല്ല, അവർക്കൊരു ശാസ്ത്രീയബോധം വളർന്നിട്ടുണ്ട്. ഇല്ലേ, ശാസ്ത്രീയബോധവും വളർന്നു. ഇതെല്ലാം കൂടി ഒരു പക്ഷേ ഇന്ത്യയിലെ സ്ത്രീകളെ നമ്മൾ പണ്ട് പരിചയപ്പെട്ടതിൽ നിന്നും ഇല്ലേ, ഒരു ചിന്താവസ്ഥയായ സീതയിൽ കുമാരനാശാൻ സീതയെക്കുറിച്ച്, സീതയുടെ സ്വാതന്ത്ര്യ ബോധത്തെക്കുറിച്ച് ഒത്തിരി പറയുന്നത് പോലെ 100 വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 100 വർഷങ്ങൾക്കിടയിലാണ്, ഇപ്പോൾ പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10-25 വർഷങ്ങൾക്കിടയിലാണ് സ്ത്രീയുടെ മുന്നേറ്റം ഇത്രത്തോളം കാണുന്നത്. അത് ഈ കളിയുമായി ബന്ധപ്പെട്ട്, അത് കേരളത്തിലാണ് കൂടുതലും, എന്നാൽ പോലും ഇന്ത്യയിൽ ടോട്ടൽ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം കൂടുന്നതിൽ ഈ സ്ത്രീ മുന്നേറ്റത്തിന് വലിയ പങ്കുണ്ടോ? സ്ത്രീ മുന്നേറ്റത്തിനുണ്ട്. പക്ഷേ ഇതിനകത്തൊരു സംഭവിക്കുന്ന ഒരു കാര്യം, ഇതിന് സാമ്പത്തിക പിൻബലം വേണം. ഇതിപ്പോൾ തന്നെ നമുക്ക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻസ് ഉണ്ട്, ബോക്സിംഗ് ചാമ്പ്യൻസ് ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഫ്ലഡ്ജഡ് പ്ലെയേഴ്സ്. അവർക്ക് അതിനുള്ള സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് സാമ്പത്തികം ഉള്ളവർക്ക് കളിക്കാമെന്നല്ലാതെ നമ്മുടെ ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മീഡിയം അല്ലെങ്കിൽ ആവറേജ് കുടുംബങ്ങളാണ്. അവരുടെ ഇടയ്ക്ക് ഒരാളെ നമുക്ക് ഇങ്ങനെ ഉയർത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പിൻബലം കൊടുക്കണം. പക്ഷെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഭയങ്കര സാമ്പത്തികമാണ്. ഇപ്പൊ BCCI അങ്ങ് അറിഞ്ഞല്ലോ, BCCI കൊടുത്തത് 51 കോടി രൂപയാണ്. അത് ശരി. ICC കൊടുത്തത് 40 കോടി രൂപയാണ്. ഇപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ കൗറിന് കിട്ടുന്നത്, ഈ ഹർമൻപ്രീത് കൗറിന് കിട്ടുന്നത് 4.5 കോടി രൂപയാണ്. അതെ. അല്ല, ഇപ്പം നിലവിലെ ജെമീമ റോഡ്രിഗ്സ് അവിടെ ഒരു ഫ്ലാറ്റ് തന്നെ മേടിച്ച് വെച്ച് കഴിഞ്ഞു. കാരണം വെച്ചാൽ അതുപോലെ ഫണ്ട് കിട്ടിക്കഴിഞ്ഞു. മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ കൊടുത്തു കഴിഞ്ഞു പൈസ. അപ്പൊ പൈസയുടെ കാര്യത്തിൽ ഒരു പഞ്ഞമല്ല ഈ കളിക്കാർക്ക്. അതെ, പക്ഷെ ഇതിന്റെ പ്രാക്ടീസാണ് ഇതിന്റെ. ഇത് അതിലേക്ക് എത്തിച്ചേരണമെന്നാണ് അങ്ങ് സൂചിപ്പിച്ചത്. ക്രിക്കറ്റിന് ഇറങ്ങുമ്പോൾ അതിന്റെ ബാറ്റ് അടക്കമുള്ള അതിന്റെ ആ ഒരു സെറ്റ് എടുക്കുന്നതിന്
ന്യായമായ തുക വരും. അതാ സിനിമ നമ്മൾ കണ്ടിട്ടില്ലേ, 1983 എന്ന് പറഞ്ഞൊരു സിനിമ വന്ന്, ഉവ്വ്. അത് ആ കുട്ടിയെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിതാവ് എത്രമാത്രം കഷ്ടപ്പെടുന്നേ അതിൻ്റെ ആ കിറ്റ് ഒന്ന് മേടിക്കാനായിട്ട്. അപ്പം ഈ പറയുന്ന ക്രിക്കറ്റ് കിറ്റ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അതും ഒരു ഫസ്റ്റ് റേറ്റ് കിറ്റ് വേണം നമുക്ക്. ഇപ്പൊ അങ്ങക്ക് മനസ്സിലായല്ലോ, ഇപ്പൊ ഇടുക്കിയിൽ നിന്ന് കായിക മത്സരത്തിൽ പങ്കെടുത്ത കുട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വത്തിലാണ് ഒരു വീട് വെച്ച് കൊടുക്കുന്നത്. വലിയ വാർത്തയായിരുന്നല്ലോ അത്. വീട് വെച്ചില്ല, ആ കുട്ടിക്ക് ഒരു വീട് പോലും ഇല്ലായിരുന്നു. അപ്പൊ അത് സത്യത്തിൽ കായിക മത്സരങ്ങളുമായി അല്ലെ കായിക മത്സരങ്ങളിലേക്ക് പോകുന്ന കുട്ടികളിൽ നല്ലൊരു പങ്കും വേണ്ടത്ര സാമ്പത്തിക സുസ്ഥിരത ഇല്ലാത്തവരാണ്. അതെ, ഈ പോൾ വോൾട്ടിന് തന്നെ നല്ല അതിവിടെയുള്ള ഒരു ഇല്ലാതെ പയ്യനാണ്, 200 ഏക്കറുള്ള പയ്യനാണ്. അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതൊന്നും സഹായിക്കാനുള്ളൊരു സാഹചര്യം അവരുടെ വീടുകൾക്കില്ല. അല്ല, ഈ സ്പോർട്സിനൊക്കെ വേണമെങ്കിൽ നല്ല കായികക്ഷമത വേണം, കായികക്ഷമതയ്ക്ക് നല്ല ഭക്ഷണം വേണം, അല്ലേ? അതുപോലും ഇല്ലാതെ എത്രയോ കുട്ടികളാണ്. പിന്നെ ഇടുക്കിയുടെ ഒരു കരുത്തെന്ന് പറയുന്നത് ഇവിടുത്തെ മലയും താഴ്വാരങ്ങളൊക്കെയാണ്. അത് കയറി ഇറങ്ങി ഒരു കരുത്തൊക്കെ ഇടുക്കിയിലെ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പൊതുവെ ഇങ്ങനെ മത്സരങ്ങൾ ജയിക്കണമെന്നോ അവർക്ക് കൊടുക്കേണ്ട പിൻബലം കൊടുക്കാൻ പലപ്പോഴും ആളുകൾ ഇല്ല. അത് തന്നെയാണ് അതാണ് പ്രശ്നം. അപ്പോൾ ഇവർക്കൊരു പ്രതീക്ഷ വെച്ച് കൊടുക്കണ്ടേ, ഒരു സ്വപ്നം കൊടുക്കണ്ടേ? സ്വപ്നം കൊടുക്കണം. ഒരു ചിറകൊന്ന് വിരിക്കാൻ അവസരവും ആകാശത്തിലേക്ക് പറക്കാൻ ഇങ്ങനെ അവസരമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുകൾ. അത് ഓരോ ജില്ലാ തലത്തിലുള്ള ക്രിക്കറ്റ് അതിൻ്റെ ആ ക്രിക്കറ്റ് കൗൺസിൽ അങ്ങനെയുള്ളവർ അത് വേണ്ട സഹായം ചെയ്യേണ്ടതാണ്. അതെ, അതിപ്പോൾ സ്കൂൾ ലെവലിൽ ഇപ്പോൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ അതങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങും. നമ്മുടെ സ്കൂളുകളിൽ വേണ്ടത്ര ഒരു പ്രാധാന്യം ഈ സ്പോർട്സിന് കൊടുക്കുന്നില്ല. ഇപ്പം അങ്ങ് ശ്രദ്ധിച്ചു കാണാം, ഈ തവണ ഈ കോതമംഗലത്തെ 2 സ്കൂളുകളൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇല്ല. അതെന്തുകൊണ്ടായിരിക്കും? ഇത് പ്രധാനമായിട്ടും ഇതിന് വലിയ ചിലവാണ്. അതങ്ങനെ ഒരു ഹോസ്റ്റലൊക്കെ നടത്തി അങ്ങനെ ഒരു സംഭവമൊക്കെ ആക്കിയെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു ചിലവുകൾ വരുവാണ്. വേറെ എങ്ങൊന്നും സഹായമല്ല, ഇതൊക്കെ പ്രൈവറ്റ് എയ്ഡഡ് സ്കൂളുകളാണ്. അതിപ്പോൾ മാനേജ്മെൻറ്റ് സ്വാഭാവികമായിട്ട് കണ്ടെത്തിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു പരിമിതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒളിമ്പിക്സിനൊക്കെ പോകുമ്പോൾ ഇന്ത്യയുടെ ഒരു പരിതാപകരമായ അവസ്ഥ നമ്മൾ കാണാറുണ്ടല്ലോ, അല്ലേ? നമ്മുടെ സ്പോർട്സിൻ്റെ ഒക്കെ കാര്യത്തിലും ഒപ്പം തന്നെ ഗെയിംസിൻ്റെ കാര്യത്തിലും ഇപ്പം നമ്മുടെ ഫുട്ബോളൊക്കെ എവിടെ നിൽക്കുന്നു? ഫുട്ബോൾ കാര്യം മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ നല്ല പിന്തുണയാണ് കൊടുക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അത് അത്രയും കിട്ടുന്നില്ല. ഇപ്പം നമുക്ക് തന്നെ ഈ അടിമാലിയിൽ നല്ല മികച്ച ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ എത്രത്തോളം പിൻബലം. അല്ല, ഒരു കാലത്ത് സന്തോഷ് ട്രോഫി നമ്മൾ ബംഗാളുമായിട്ട് കളിക്കുമ്പോൾ നമ്മൾ ബംഗാളോ കേരളം എന്നുള്ള ഘട്ടത്തിലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കേരളമൊക്കെ അങ്ങോട്ട് എത്തിപ്പെടുന്ന വളരെ പാടുപെട്ടാണ്. അപ്പോൾ നമ്മൾ ഈ തരം കാര്യങ്ങൾ പിന്നോട്ട് പോയെന്നില്ല അർത്ഥം. അതെ. ഇപ്പം തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ പുതിയ സീസണിലും നമ്മുടെ ഫുട്ബോൾ ടീമൊക്കെ പുറകിലേക്ക് പോകും. അപ്പോൾ ഈ IM വിജയനെ പോലെ ഒരാൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും വീണ്ടും നമ്മൾ കാണാത്തത്? ആ കാലഘട്ടം മാറി, പുതിയ ടെക്നിക്കും പുതിയ തന്ത്രങ്ങളുമാണ്. ഇപ്പം നമ്മളുടെ ഈ ഫുട്ബോളിന് തന്നെ ഒത്തിരി മാറ്റങ്ങൾ വന്നല്ലോ. വിദേശത്തു നിന്നുള്ള താരങ്ങൾ വന്ന് കളിക്കുന്നു, ആ സ്റ്റൈലിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം നമ്മൾ പഴയ ഒരു സ്റ്റൈലുമായിട്ട് നിന്നിട്ട് കാര്യമില്ല. അത് മെസ്സി, റൊണാൾഡോ പോലുള്ള പേരുകൾ ഇവിടുത്തെ കൊച്ചുകുട്ടികൾ പോലും ചിരപരിചിതമാണ്, അല്ലേ? അതെ. പക്ഷേ നമ്മുടെ ഒരു നല്ല കളിക്കാരൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ അത് ദൃശ്യമാധ്യമങ്ങൾ വഴി അവരെയാണല്ലോ കൂടുതൽ പ്രകൃതി. അല്ല, അവർ നല്ല കളിക്കാരാണെന്നല്ലോ, അല്ലേ? അവർ നല്ല കളിക്കാരായതുകൊണ്ട് തന്നെയാണ് അവരെ ഹൈലൈറ്റ് ചെയ്യുന്നതും പ്രൊജക്റ്റ് ചെയ്യുന്നതും. അതുകൊണ്ടാണ്. അപ്പോൾ ആ തരത്തിലേക്ക് കളി ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പോൾ വനിതാ ക്രിക്കറ്റ് അല്ലാതെ പുരുഷ ക്രിക്കറ്റ് എടുത്താൽ തന്നെയും ലോകം കണ്ട ഏറ്റവും പ്രതിഭാധനായ കളിക്കാരൻ ഇന്ത്യയുടെ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഗവാസ്കർ ഉണ്ട്, തെണ്ടുൽക്കർ ഉണ്ട്, മികച്ച ആൾക്കാരെ തന്നെയാണ്. കപിൽ ദേവ് ഉണ്ട്, എല്ലാവരും നല്ല മികച്ച കളിക്കാർ തന്നെ. ഈ കപിലിനേക്കാൾ ഗവാസ്കറിനേക്കാൾ ഒക്കെ ഒരു ദൈവിക പരിവേഷം സച്ചിന് കിട്ടി. അദ്ദേഹത്തെ വിളിച്ചത് ഇവിടുത്തെ ക്രിക്കറ്റ് ദൈവം എന്നാണ്. അങ്ങനെ ഒരു പേര് ചാർത്തി കിട്ടാൻ മാത്രം. അതെ, അതുപോലെ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ പ്രകടനം ആയിരുന്നു. അതെ, അണ്ടർ 16 മുതൽ മുന്നോട്ട് വന്നല്ലോ. പിന്നെ അണ്ടർ 19 വന്നു, പിന്നീട് ടീമിലേക്കായി, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ അണ്ടർ 16ഉം അണ്ടർ 19ഉം നമ്മൾ 4-5 തവണ കപ്പടിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. അത് സച്ചിന്റെ നേതൃത്വത്തിലുണ്ട്. ഉണ്ട്. സച്ചിനും കാമ്പിലേക്ക് നിൽക്കുമ്പോൾ ഒന്നും എതിർക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു അന്ന്. അത്ര സ്ട്രോങ് ആയിരുന്നു. അത് ശരി. ഈ സച്ചിന് ശേഷം ഒരുപക്ഷെ ഏതാണ്ട് അതേ തലത്തിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷ നൽകിയ ആളായിരുന്നല്ലോ കോഹ്ലി. അതെ. പക്ഷെ ഉയർന്നില്ല എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? കോഹ്ലി ഉയർന്നല്ലോ. ഉയർന്നു. പക്ഷെ ഈ പറയുന്ന ഈ ക്രിക്കറ്റ് ദൈവത്തോളം വളർന്നില്ല എന്നുള്ളതാണ് അതിനകത്തൊരു സംഭവം. കാരണം അത് മാത്രമല്ല, തുടർച്ചയായ കളികളായിരുന്നു പിന്നീട് ഉണ്ടായത്. ഇവർക്ക് റെസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. വിശ്രമമില്ലാത്ത കളിയായിട്ട് വരുമ്പോൾ ഏത് ഫോമും പിന്നീട് ഫോം ഔട്ട് ആവാൻ വലിയ താമസമൊന്നുമില്ല.
പ്രായം ഒരു ഘടകമാണല്ലേ? പ്രായം ഒരു ഘടകമാണ്, പരിക്കുകൾ ഒരു ഘടകമാണ്. അത് പന്ത് ആ കാര്യത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പരിക്കിന്റെ ഋഷഭ് പന്ത് പരിക്കിന്റെ ഒരു ഇരയായി മാറുകയാണ്. അപ്പോൾ അതിന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രതിഭാധനരായ കളിക്കാർ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് അല്ലേ? വരുന്നുണ്ട്. ഈ ബുംറയുടെ ഫോം പൊതുവെ കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ബുംറയുടെ ഫോം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതനുസരിച്ച് അടുത്ത ടീമുകൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വനിതാ ടീം, ഞാൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു കാര്യമുണ്ടല്ലോ, ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ ചോദിക്കാൻ വന്നതിലേക്ക് വരക്കാം. അതായത് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും അത് സത്യത്തിൽ ജനങ്ങളെ അലസന്മാരാക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രചാരവേല നടക്കുന്നുണ്ടല്ലോ. അതിൻ്റെ കാര്യം ക്രിക്കറ്റിൻ്റെ ഒത്തിരി സമയമാണ് ഇത് കണ്ടിരിക്കാൻ. പ്രത്യേകിച്ച് ഏകദിനമാണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും ഓക്കെ, 2020 ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഒരു 3-4 മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ തീരും. മറ്റത് അങ്ങനെയല്ല, ഏറെ മണിക്കൂറുകൾ വേണ്ടി വരും. ടെസ്റ്റ് ആണെങ്കിൽ പറയണ്ട, അതിൻ്റെ മുന്നിൽ ചുമ്മാ ഇരുന്ന് സമയം കളയുന്ന ആളുകളും ഉണ്ട്. അങ്ങനെയൊക്കെ പറയാവോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്താണ് അതിനെക്കുറിച്ച്? താല്പര്യമുള്ളവരൊക്കെ ഇരിക്കും, ഞാൻ ഇരിക്കാറുണ്ട്, സമയം കിട്ടുമ്പോൾ ഇരിക്കും. അതിൽ ടെസ്റ്റും ഈ ഏകദിനം, അതിൽ ഏതായിരിക്കും അങ്ങനെ കൂടുതൽ താല്പര്യം? ഏകദിനം ഇഷ്ടം. അതിനേക്കാൾ താല്പര്യം 2020 ആയിരിക്കും. 2020 അതൊരു വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമില്ല. കാരണം അവിടെ ഈ പ്രതിരോധമോ കാര്യങ്ങളൊന്നും ബാധകമല്ല. ആദ്യം മുതലേ ഫസ്റ്റ് ബോൾ മുതൽ സ്ട്രൈക്ക് ആരംഭിക്കുക, പിന്നീട് തിരിഞ്ഞോട്ടമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് പ്രതികരിച്ചില്ല. അതായത് ലോക ആളുകൾ മുഴുവൻ അലസന്മാരാക്കും എന്നുള്ളത്. അതിപ്പോൾ ഹോക്കി എവിടുന്ന് വന്നത്? ഐസ് ഹോക്കി ഉണ്ട്. ഇതെല്ലാം തന്നെ ജനങ്ങളുടെ ഒരു വിനോദോപാധികളാണ്. അത് അലസന്മാരെ സൃഷ്ടിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം പരിശീലനം ശ്രദ്ധിച്ച കളിക്കാർ വരുമ്പോൾ പരിശീലനം തന്നെയാണ്. അലസന്മാരൊന്നും അതിനകത്തില്ല. അങ്ങനെയൊക്കെ കേരളം കണ്ട വലിയ പ്രഭാഷകൻ, വാക്കുകളുടെ വന്മരമായിരുന്നു സുകുമാർ അഴീക്കോട്. അദ്ദേഹം വലിയ എഴുത്തുകാരനായിരുന്നല്ലോ, വലിയ നിരൂപകനായിരുന്നു, എത്രയോ പുസ്തകങ്ങൾ പ്രസംഗിച്ചു കൂട്ടിയതിന് കണക്കില്ല. പക്ഷെ അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുമ്പോൾ, സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ പോയിരിക്കുമായിരുന്നു. ക്രിക്കറ്റ് അദ്ദേഹത്തിന് വലിയ വിനോദമായിരുന്നു. കെ കരുണാകരൻ കേരളം കണ്ട മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നല്ലോ. അദ്ദേഹത്തിന് ക്രിക്കറ്റ് വലിയ ഭ്രമമായിരുന്നു. അത് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ നാട്ടിലാണേലും ഞങ്ങൾ TV ഉണ്ടായിരുന്നൊരു വീട്ടിലാണ് ഞങ്ങൾ പോയി ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അവിടെ പ്രായം ചെന്ന ഒരു കർഷകനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹം ആദ്യമൊന്നും ഈ ക്രിക്കറ്റിനോട് പ്രതികരിച്ചില്ലെങ്കിലും പിന്നീട് ഈ വൺ ഡേ മാച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കർഷകനും അതിൻ്റെ കൂടെ ഇരുന്ന് കൈയടിക്കാനും ഈ കളി ആസ്വദിക്കാനൊക്കെ തുടങ്ങി. അപ്പം നിരന്തരമായ ഒരു രീതി വന്നു കഴിയുമ്പോൾ ആരും മാറും, ക്രിക്കറ്റിനോട് താല്പര്യം വരും. ക്രിക്കറ്റ് നന്നായി മുറുകി വരുമ്പോൾ വല്ലാത്ത സന്ത്രാസം അനുഭവിക്കും മനുഷ്യൻ, കണ്ടിരിക്കുന്നവർ അല്ലേ? ടെൻഷൻ അനുഭവിക്കും. ആ ടെൻഷൻ അനുഭവിപ്പിക്കുക എന്നുള്ളത് ക്രിക്കറ്റ് കളിയുടെ ഒരു അതിന്റെ ഏറ്റവും വലിയ രസം അവിടെയാണ് അല്ലേ? അതാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു 2020 പ്രത്യേകിച്ച് ബലാബലത്തിലേക്ക് വരുമ്പോൾ അല്ലേ? ഇതിപ്പോ എൻ്റെ ഒരു ഓർമ്മയില് നമ്മുടെ നാഷണൽ ഗ്രൗണ്ടിൽ, നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നേരത്തെ നാഷണൽ ഹീറോസ് ഒക്കെ ആയിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. നമ്മുടെ നാഷണൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ. അല്ല, അങ്ങായിരുന്നല്ലോ പലപ്പോഴും അതിന്റെ ഒരു നേതൃത്വമൊക്കെ ഏറ്റെടുത്തോണ്ടിരുന്നത്. അല്ല, അക്കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ നടന്നു. അപ്പൊ ഇതിന്റെ പുറകിൽ നിന്ന് കളിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കാണികളുടെ പുറകെ ഈ ഗ്രൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണം പുറവശത്തോടെ. അത്രമാത്രം ആൾക്കാരെ സ്വാധീനിച്ച ഒരു കളിയായിരുന്നു ഫുട്ബോൾ ആ കാലത്ത്. പിന്നീട് ക്രിക്കറ്റ് 83 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റിനോട് കുട്ടികൾക്ക് വളരെയധികം താല്പര്യം തോന്നി. അവർ ക്രിക്കറ്റിലേക്ക് മാറി. ഫുട്ബോളിനോടും താല്പര്യമുണ്ട്, ക്രിക്കറ്റിനോടും താല്പര്യമുണ്ട്. തള്ളിപ്പോയ കളികൾ എന്ന് പറയുന്നത് ഈ ബാസ്കറ്റ് ബോൾ, അതുപോലെ വോളിബോൾ, അങ്ങനെയുള്ള കളികളാണ് നമ്മുടെ ഈ മേഖലയിൽ നിന്ന് മാറിപ്പോയത്. അവസാനമായിട്ട് ഈ വനിതകൾക്ക്, ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക്, നമ്മൾ ഈ ഇന്ത്യയെ സംബന്ധിച്ച് പൊതുവെ പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇനിയും വികസിക്കേണ്ട രാജ്യമാണ്, സാംസ്കാരികമായി ഉയരേണ്ട രാജ്യമാണ്. നമ്മുടെ സ്ത്രീകൾ തടവറയിലാണ്, തടങ്കൽ പാളയങ്ങളിലാണ് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ പ്രചാരവേലകളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ചൊക്കെ അതിനകത്ത് ശരിയുണ്ടാവാം. പക്ഷേ എന്നാൽ പോലും ഇത് വലിയ ഒരു ആത്മവിശ്വാസമാണ് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത്. അവസാനമായി അങ്ങേക്ക് നൽകാനുള്ള മെസ്സേജ് എന്താണ് ഈ വിജയത്തെ അധികരിച്ച്? ഈ വിജയത്തെ അധികരിച്ച് നമ്മളുടെ ഓരോ വനിതയും ഇതിനോട് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഇപ്പോൾ പ്രായം ചെന്നവരാണെങ്കിൽ അവരുടെ മക്കളെയെങ്കിലും ഈ കാര്യത്തിലേക്ക് കടത്തിവിടണമെന്നും, ക്രിക്കറ്റ് ഒരു നല്ലൊരു കളിയായിട്ട് കണ്ടുകൊണ്ട്, ഇതൊരു അലസന്മാരുടെ കളിയല്ല, ഇത് ശരിക്കും പ്രവർത്തിക്കുന്നവരുടെ കളിയായിട്ട് കണ്ടുകൊണ്ട് അതിലേക്ക് കടത്തിവിടണം. ഈ സ്പോർട്സും ഗെയിംസും ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാനപ്പെട്ട വിനോദോപാധിയാണ്. ഇത് എക്കാലത്തും ഈ മേഖലയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് അവരുടെ ഭാവിക്കും അവരുടെ സാമ്പത്തികമായ പിൻബലത്തിനും സുരക്ഷിതമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
വളരെ സന്തോഷമുണ്ട് ഈ ഇന്ത്യ വിജയിച്ച് ലോകമെമ്പാടും ഇന്ത്യയുടെ കരുത്തറിയിച്ച ഒരു സമയത്ത് ഈ ഇന്ത്യയിലെ പെൺസിംഹങ്ങളെക്കുറിച്ച് പെൺപുലികളെക്കുറിച്ച് സംസാരിക്കാൻ മീഡിയാറ്റിലെത്തുകയും വളരെ നന്നായി സംവദിക്കുകയും ചെയ്തു. പെൺകരുത്തിൻ്റെ കഥ മാത്രമല്ല, ഇന്ത്യയിലെ ഏതാണ്ട് പകുതിയോളം വരുന്ന വനിതകളുടെ ആത്മവിശ്വാസത്തിന് വലിയ ഊർജം പകരുന്നുണ്ട് ഈ വിജയം. അവർ വ്യാപരിക്കുന്ന സർവ്വ മേഖലകളെയും അത് സ്വാധീനിക്കുക തന്നെ ചെയ്യും. അടുക്കളയിലെ കേവല ഉപകരണങ്ങളായി തേഞ്ഞു തീരേണ്ടവരല്ല സ്ത്രീകൾ എന്ന ഒരു ബോധ്യത്തിലേക്ക് അവർ വളരുകയും ചെയ്യും. നന്ദി, നമസ്കാരം.